അയാളുടെ മുഖം വിടർന്നു. അതുകണ്ട് ജാൻവി വല്ലായ്മയോടെ അയാളെ നോക്കി. വല്യപ്പച്ച, ഞാനിതിനെ സമ്മതിച്ചത് ഇവിടെ ആർക്കും ഞാൻ കാരണം ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ്. അല്ലാതെ ഇച്ചൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന വിശ്വാസത്തിലൊന്നുമല്ല. ഇനിയും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുമെന്ന് തീർച്ച ഉള്ളതുകൊണ്ടാണ്. ഇന്ന് രുദ്രേട്ടൻ്റെ വരവിൽ ഞാനത് ഉറപ്പിച്ചു. ഇന്ന് വല്യപ്പച്ചന് രുദ്രേട്ടനെ നേരിടാൻ കഴിഞ്ഞു. അത് ശരിയാ. പക്ഷേ അയാൾ പതിഞ്ഞിരുന്ന് ആക്രമിക്കാൻ പോലും മടിക്കില്ല. പിന്നെ നിയമത്തിൻ്റെ സംരക്ഷണം വേണമെങ്കിൽ ഞാൻ ഈ തീരുമാനം എടുത്തേ മതിയാകൂ. പക്ഷേ അപ്പോഴും എന്നെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് അലോണ എന്ന പെൺകുട്ടി. ഇപ്പോ ആ കുട്ടി ഇച്ഛനൊത്തുള്ള ജീവിതം സ്വപ്നം കണ്ട് കഴിയുകയായിരിക്കില്ലേ വല്യപ്പച്ച? ഞാൻ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകില്ലേ വല്യപ്പച്ച? എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാൻ വയ്യല്ലോ ഈശോയെ. നിറഞ്ഞ കണ്ണുകൾ മേലേക്കുയർത്തി അവൾ അത് പറയുമ്പോൾ അയാൾക്ക് അവളോട് വല്ലാത്ത സഹതാപം തോന്നിപ്പോയി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. മോളെ, നീ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ കൊച്ചേ. നീ പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷേ എൻ്റെ കൊച്ചുമോൻ നിന്നോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റാണ്. അതിൻ്റെ പ്രായച്ചിത്തമായല്ല നിന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം നീ വഴിയേ അറിയും. നിന്നോട് ചെയ്തത്ര ചതിയൊന്നുമല്ല സണ്ണിയുടെ മോളോട് ചെയ്യുന്നത്. മോതിരം മാറൽ കഴിഞ്ഞ വിവാഹം വരെ മാറിപ്പോന്നില്ലേ? ഇതിപ്പോ അത്ര വരെ ഒന്നും എത്തിയില്ലല്ലോ. വാക്കുറപ്പിച്ചു, അത്ര തന്നെ. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ? സത്യം മാത്രം പറയണം. എന്താ വല്യപ്പച്ച? എൻ്റെ ചെക്കൻ ആ കൊച്ചിനെ കെട്ടിയാ നിനക്ക് സഹിക്കാൻ കഴിയോ? മറ്റൊരാളെ നീ വിവാഹം ചെയ്യുവോ? അവളുടെ മറുപടി അറിയാമെങ്കിലും അവളുടെ നാവിൽ നിന്നും തന്നെ കേൾക്കാൻ വേണ്ടി അയാൾ വെയിറ്റ് ചെയ്തു. അയാളെ നോക്കി നിന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു. പിന്നെ വിലങ്ങനെ തല ചലിപ്പിച്ചു. അയാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാ പിന്നെ എൻ്റെ കൊച്ച് ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. അതെ, കെട്ടുകഴിഞ്ഞാലും അവനെ ഒന്ന് വട്ടം കറക്കിക്കോ. ഉടനെ ഒന്നും അവൻ്റെ മുന്നിൽ താഴണ്ട. കുറച്ച് പഠിക്കട്ടെ, തെമ്മാടി. അയാൾ ചിരിച്ചതും അവളും പുഞ്ചിരിച്ചു. മോള് ചെന്ന് കിടക്ക്. മറ്റുള്ള ഒരു കാര്യവും ഇപ്പം ആലോചിക്കണ്ട കേട്ടോ. ഞാനുണ്ട്, അതെപ്പോഴും ഓർമ്മയിൽ വേണം. അവളുടെ തലയിലൊന്ന് തഴുകി നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്തു അയാൾ. അവൾ നിറഞ്ഞ മനസ്സോടെ തിരിഞ്ഞു നടന്നു. അയാൾ അവളുടെ ആ പോക്ക് നോക്കി നിന്നു. പാവം, ഈ ചെറുപ്രായത്തിൽ എന്തൊക്കെ അനുഭവിച്ചു. ഇനിയും ഇതിനെ നേരാൻ വിടാൻ എനിക്ക് കഴിയില്ല. എൻ്റെ കുഞ്ഞ് നിറഞ്ഞ ചിരിയോടെ ഈ തറവാട്ടിൽ എന്നും ഉണ്ടാകണം. ഉണ്ടാകും.
അയാൾ റൂമിലേക്ക് നടന്നു. രുദ്രൻ മാത്തനെ നോക്കി നിന്നു. കോപ്പ്, ഇതിപ്പോ എങ്ങനാ? മനുഷ്യന്റെ കാല് കഴച്ചൊടിയുന്നു. ഒന്നിരുന്ന് നോക്കിയാലോ? അവൻ ശ്വാസം വലിച്ചു പിടിച്ചു. ഒന്നിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് മാത്തൻ ഒരു ചുവട് മുന്നിലേക്ക് വച്ചു. അയ്യോ, ഇല്ലില്ല, ഞാൻ അനങ്ങിയില്ല, രുദ്രൻ പേടിയോടെ വിളിച്ചു പറഞ്ഞു. അവൻ സ്റ്റാച്ചു ആയതും മാത്തനും അവിടെ തന്നെ ഇരുന്നു. കോപ്പ്, ഇതിപ്പോ പെട്ട അവസ്ഥയാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? പാട്ടിലാക്കാൻ നോക്കിയാലോ? അവൻ പെട്ടെന്ന് കൈ മെല്ലെ ഞൊടിച്ച് ചുണ്ടുകൊണ്ട് ശബ്ദമുണ്ടാക്കി. മാത്തനെ വിളിച്ചു. മാത്തൻ ഒന്ന് മുരണ്ടു. സൈഡിൽ തിളഞ്ഞ പല്ലുകൾ കണ്ടതും അവൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. ഓ, ഈ ഐഡിയ ഒന്നും ഇവിടെ വിലപ്പോവില്ല. വല്ല ചിക്കനോ ബീഫോ കിട്ടിയ എങ്ങനെ എസ്കേപ്പ് ചെയ്യായിരുന്നു. നായിൻ്റെ മോൻ അനങ്ങ വിടുന്നില്ലല്ലോ. മുള്ളാനും മുട്ടുന്നു. പുറത്തേക്കെങ്ങാനും എടുത്ത ഈ നായിൻ്റെ മോൻ വായിലാക്കില്ലെന്ന് എന്താ ഉറപ്പ്? ആ കാലമാടൻ അതല്ലേ ഉത്തരവ് കൊടുത്തേക്കുന്നേ? ഇങ്ങനൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമാ. കിളവാ, നിന്റെ സമാധി എൻ്റെ കൈകൊണ്ടാ. രുദ്രൻ മനസ്സിലോർത്തതും മാത്തൻ ഒന്ന് തല ഉടഞ്ഞു. പിന്നൊന്ന് മുരണ്ടു. ഇവിടെ നിന്നും ഊരിയാൽ ആദ്യം ഇതിനെ തീർക്കണം, പിന്നെ അവൻ്റെ യജമാനെയും. രുദ്രന്റെ കണ്ണുകൾ ജ്വലിച്ചു. വെളുക്കാറായതും ജാൻവി എണീറ്റ് ജനാലയിലൂടെ മുറ്റത്തേക്ക് നോക്കി. രുദ്രന്റെ നിൽപ്പും മാത്തന്റെ ശൗര്യവും അതുപോലെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. ഈശോയെ, ഇതുവരെ രണ്ടുപേരും നിന്നെടുത്തൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. ഇത് മാത്രം മതി രുദ്രേട്ടന് വല്യപ്പച്ചനോട് പക തോന്നാൻ. അവൾ വേവലാതിയോടെ ജോർജിന്റെ മുറിയിലേക്ക് നടന്നു. വല്യപ്പച്ച, ഡോറിൽ മെല്ലെ മുട്ടി അവളെ അയാൾ അകത്തേക്ക് വിളിച്ചു. വല്യപ്പച്ചൻ എണീറ്റോ? പിന്നെ കൊതുകടിയും കൊണ്ട് ഒരുത്തൻ പുറത്ത് നിൽക്കുന്നില്ലേ? അവന്റെ സൂക്കേട് തീർന്നോ എന്നൊന്നും അറിയണ്ടേ? വല്യപ്പച്ച, മാത്തൻ അവിടുന്ന് മാറിയിട്ടില്ല. ആ, അവൻ അങ്ങനെയാ. നല്ല അനുസരണമുള്ള കൂട്ടത്തിലാ എൻ്റെ മാത്തൻ. ഞാൻ പറയാതെ അവൻ അവിടുന്ന് അനങ്ങില്ല. ലവൻ എൻ്റെ മുറ്റം വൃത്തികേടാക്കിയൊന്ന് നോക്കിയിട്ട് വരട്ടെ. മോള് വരുന്നുണ്ടോ? എന്നാ വാ, കണി കണ്ടിട്ട് വരാം. അയാൾ ചിരിയോടെ നടന്നതും അവളും പിന്നാലെ നടന്നു. മുറ്റത്ത് നിൽക്കുന്ന രുദ്രന്റെ അവസ്ഥ ജാൻവിയെ ലേശം വേദനിപ്പിച്ചു. ചുറ്റും പറന്നു കുത്തുന്ന കൊതുകിനെ പോലും ആട്ടിയകറ്റാൻ കഴിയാതെ രുദ്രൻ. മണിക്കൂറുകൾ ഒരേ നിൽപ്പ് നിന്നതിൻ്റെയും ഉറങ്ങാത്തതിൻ്റെയും ക്ഷീണം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. പുറത്തേക്ക് വരുന്ന ജോർജിനെയും ജാൻവിയെയും കണ്ടതും രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി. ജോർജിനെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ടെന്ന് ജാൻവിക്ക് മനസ്സിലായി. അവൾ അയാളുടെ കയ്യിൽ കുരുത്തു പിടിച്ചു. എടാ ഉവ്വേ, നീ ക്ഷീണിച്ചോ? നിന്റെ നിൽപ്പ് കണ്ടിട്ട് ഇപ്പൊ വീഴുമെന്നായല്ലോ. പരിഹാസത്തോടെ ജോർജ് ഉറക്ക ചോദിച്ചു. അവൻ പല്ലുകൾ കടിച്ചു പൊട്ടിച്ച് അവരെ നോക്കി നിന്നു. ജോർജ് മുന്നിൽ വന്നിട്ട് പോലും മാത്തൻ അവനിലെ നോട്ടം മാറ്റാത്തത് അത്ഭുതത്തോടെയാണ് ജാൻവി കണ്ടത്. എടാ ശുദ്രജീവി, ഇപ്പോ നിന്റെ കഴപ്പ് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പിന്നെ തെറിക്കുമല്ലേ? രുദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇല്ലടോ മൂപ്പീനെ, ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോകാനാണെങ്കിൽ ഇവളെയും കൊണ്ടേ
ഞാനിവിടുന്ന് തെറിക്കുന്നുള്ളൂ. അയ്യോ, ഒത്തിരി സൗണ്ട് വയ്ക്കല്ലേ. നീ പിടിച്ചു വച്ചേക്കുന്നത് അണപൊട്ടി ഒഴുകും. ജോർജ് പറഞ്ഞതും ജാൻവി അറിയാതെ ചിരിച്ചുപോയി. അതുകൂടി കണ്ടതും രുദ്രൻ അരയിലെ കത്തിയിൽ പിടിമുറുക്കി മുന്നോട്ട് പാഞ്ഞു. അവൻ മുന്നോട്ട് വന്നതും മാത്തൻ കുതിച്ചു ചാടി രുദ്രന്റെ കയ്യിൽ പിടുത്തമിട്ട് കഴിഞ്ഞിരുന്നു. രുദ്രന്റെ നിലവിളി മുഴങ്ങിയതും ജാൻവി ഞെട്ടിപ്പോയി. മാത്തൻ രുദ്രനെ കടിച്ചു കുടയുന്നത് കണ്ടതും ജോർജ് വിസിലടിച്ചു. മാത്തൻ അപ്പം തന്നെ രുദ്രനെ വിട്ട് ജോർജിൻ്റെ അരികിലേക്കെത്തി. പോടാ, പോയി റെസ്റ്റ് എടുക്ക്. ഇവൻ്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. ജോർജ് പറഞ്ഞിട്ടും മാത്തൻ അനങ്ങിയില്ല. ജോർജിൻ്റെ മുഖം ചൊളിഞ്ഞു. എന്താടാ? ജോർജ് രുദ്രനെ നോക്കി, തറയിൽ കിടക്കുന്ന കത്തിയിലേക്കും. ജോർജ് ഒന്ന് ചിരിച്ചു. ഇല്ലടാ മാത്ത, അവൻ ഇനി അതെടുക്കില്ല. നീ ചെല്ല്. എൻ്റെ കൊച്ച് ക്ഷീണിച്ചു. ഫുഡ് അടിച്ചിട്ട് കിടന്നോ. ഞാനല്ലേ പറയുന്നേ, അവനെ ഞാൻ നോക്കിക്കോളാന്ന്. മാത്തൻ്റെ തലയിൽ ഒന്ന് തഴുകിയതും അവൻ രുദ്രനെ നോക്കി നിന്നു. ശേഷം പിന്നാമ്പുറത്തേക്ക് പാഞ്ഞു. ജാൻവി ഇതെല്ലാം കണ്ട് വായും പൊളിച്ച് നിൽക്കുകയാണ്. അവനെ ഒന്നിനു പോയതാ. ഒക്കെ സാധിച്ച് ഒരു കുളിയും കഴിഞ്ഞ് കൂട്ടിൽ കയറൂ. എന്നിട്ടേയുള്ളൂ ഫുഡടി. മനുഷ്യനേക്കാൾ വകതിരിവുള്ള ഇനവാ. അയാൾ രക്തം വാർന്നു കിടക്കുന്ന രുദ്രനെ നോക്കി. വല്ല കാര്യമുണ്ടായിരുന്നോ? ആ, ഇനിയിപ്പോ കുറച്ചു നാളത്തേക്ക് നീ ശരിക്കും റെസ്റ്റ് എടുത്തോ. പിന്നെ ഒന്നുണ്ട്, നിന്റെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയുക. മാത്തൻ ആരെയെങ്കിലും നോട്ടമിട്ട മരിക്കുന്ന കാലത്തോളം അത് മറക്കില്ല. അതുകൊണ്ട് നീ ഇനി ഈ പരിസരത്ത് വന്ന നിന്റെ കാര്യം പോക്ക. ഇപ്പം നിനക്ക് അവൻ വാണിങ്ങി എന്നതാ. അതുകൊണ്ടാ എല്ലുൾപ്പെടെ കടിച്ചു പറിക്കാത്തത്. പക്ഷേ ഇനിയും അവനിൽ നിന്ന് യാതൊരു ദയയും പ്രതീക്ഷിക്കരുത്. എടോ കിളവാ, ഞാൻ ഇനിയും വരും. അന്ന് തന്നെയും തൻ്റെ ചാവാലി പട്ടിയെയും മേലോട്ടെടുക്കും ഈ രുദ്രൻ. ഏത് കടലിനടിയിൽ ഒളിപ്പിച്ചാലും ഇവളെ കൊണ്ടുപോവുകയും ചെയ്യും. ഓ, ഇവനെ കൊണ്ട് ഒന്ന് എണീറ്റ് പോടാ. വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ. ആ പിന്നെ, ഇനിയും ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ ഒരു 15 മിനിറ്റ് അതിനുള്ളിൽ എൻ്റെ കൊച്ചുമോൻ ഒരുത്തനുണ്ട്. അവനിങ്ങ് വരും. നിൻ ചെല്ലിൻ്റെ എണ്ണം കൂടും. പിന്നെ പരാതി പറയരുത്. അവനെ നിന്നേക്കാൾ വൃത്തികെട്ടവനാ. തനി ചെകുത്താൻ. എന്താ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോ? വാടി മോളെ. രുദ്രനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ജാൻവിയുടെ കൈയും പിടിച്ച് അയാൾ അകത്തേക്ക് നടന്നു. കീറി തൂങ്ങിയ ഡ്രസ്സും വാരി പിടിച്ച് വേദനിക്കുന്ന മുറിവിലേക്ക് നോക്കി രുദ്രൻ മെല്ലെ ഞൊണ്ടി ഞൊണ്ടി നടന്നു നീങ്ങി. അവൻ്റെ ഉള്ളിൽ പക ആളിക്കത്തി. കിച്ചണിൽ കാപ്പി തിളപ്പിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ നിറയെ ഇഷാനായിരുന്നു. തലേന്നത്തെ അവൻ്റെ പ്രവൃത്തി. താൻ വിവാഹത്തിന് സമ്മതിച്ചു എന്നറിയുമ്പോൾ എന്താകും ഇച്ഛൻ്റെ പ്രതികരണം?
മോളെ, ഇത് എന്താലോചിച്ച് നിൽക്കുക? റാഹേലിന്റെ ശബ്ദം അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അയ്യോ! തിളച്ചു പോയ പാലിലേക്ക് നോക്കി അവൾ നിലവിളിച്ചു. അത് പോട്ടെ മോളെ, സാരമില്ല, നമുക്ക് കുറച്ചുകൂടി എടുക്കാം. അല്ല, പരിസരം പോലും മറന്ന് എന്തായിരുന്നു ആലോചിച്ച് നിന്നത്? എന്റെ സന്താനം വീണ്ടും വല്ലതും ഒപ്പിച്ചോ? അയ്യോ ഇല്ല അമ്മച്ചി, ഞാൻ എന്തോ വെറുതെ. മോള് മാറിക്കോ, അമ്മച്ചി ചായ ഇടാം. എന്റെ കുരിശ് ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല. ഇനിയും എന്താണോ അവ ഒപ്പിക്കുന്നത്. അവൾ മുഖം ചെരിച്ച് അവരെ ഒന്ന് നോക്കി. അവർ ചായ ഒഴിക്കാനുള്ള പാത്രവും കപ്പും എടുത്തു വയ്ക്കുകയാണ്. അമ്മച്ചി, അമ്മച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അതെന്താ മോളെ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? ഞാൻ കാരണമല്ലേ അമ്മച്ചിക്ക് ഇച്ഛനോട് ഇത്രയും ദേഷ്യം? അയ്യോ, ഇത് വലിയ കണ്ടുപിടുത്തമാണല്ലോ. നീ വന്നോണ്ടല്ലേ എനിക്കും എൻ്റെ അച്ചായനും ഞങ്ങളുടെ മോൻ്റെ തനിക്കുണം മനസ്സിലായത് തന്നെ. അപ്പോ ദേഷ്യമാണോ പെണ്ണെ? നന്ദിയല്ലേ തോന്നുക? നിന്റെ ഒരു കാര്യം. പിന്നെ എൻ്റെ ദേഷ്യം മുഴുവൻ അവനോടാ. ഞങ്ങളെ അവൻ പറ്റിച്ചതിൽ അവനായിട്ട് തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കണോ? അതൊരു ചതിയല്ലേ മോളെ? അവരുടെ കണ്ണ് നിറഞ്ഞു. ജാൻവിയുടെ മനസ്സിലും അതായിരുന്നു. ഇച്ഛനായി തന്നെ ഇരുന്നാ പോരെ? എന്തിനാ ഈ അഭിനയം? എന്നെയും ഈ പാവ അമ്മച്ചെയും ഒരുപോലെ ചതിച്ചില്ലേ? ഇല്ല, അതിന് മാപ്പില്ല. എല്ലാറ്റിനും കണക്ക് പറയിക്കും ഞാൻ. മോളെ, ദേ എല്ലാവർക്കും ചായ കൊടുത്തിട്ട് വാ. അമ്മച്ചി കാപ്പിക്കുള്ള വട്ടം കൂട്ടാം. അത് ഞാൻ ചെയ്യാം അമ്മച്ചി. വേണ്ടടാ, കുറേയായി മോൾ തനിയല്ലേ എല്ലാം നോക്കുന്നേ. ഇനി അമ്മച്ചി ചെയ്തോളാം. മോൾക്കിനി കുറച്ച് റെസ്റ്റ്. പക്ഷേ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരണം കേട്ടോ. അവർ ചിരിച്ചു. അവൾ സന്തോഷത്തോടെ തലയാട്ടി. ജെറി, ഓയ്, ദാ വരുന്നു ജാൻ. വല്യപ്പച്ചാ, വരുന്നു മോളെ. ടേബിളിലേക്ക് ചായക്കപ്പ് വെച്ചതും രണ്ടുപേരും എത്തി. മോർണിംഗ് ജാൻ. ഓ, മോർണിംഗ് മോർണിംഗ്. ജാൻ, ഇന്ന് നമുക്ക് പുറത്തൊന്ന് ചുറ്റിയാലോ? അയ്യോ, ഇന്ന് പറ്റില്ല ജെറി. ഇന്നിങ്ങോട്ട് എൻ്റെ സോഫി കൊച്ചു വരുന്നുണ്ട്. സോഫി? അതാരാ? എൻ്റെ ചങ്ക്. അവൾ ഒരാളെ ഉള്ളൂ എനിക്ക് കൂട്ടുകാരിയായിട്ട്. അതെയോ? കക്ഷി എപ്പോഴെത്തും? അതറിയില്ല, വിളിക്കണം. പക്ഷേ ഞാനൊന്ന് പുറത്തു പോവാ ജാൻ. എനിക്ക് ഒരാളെ കണ്ട് സംസാരിക്കണം. അത് വച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. ആരെയാ ജെറി? വല്ല കുടുക്കിലും പെട്ടോ? അയ്യോ, ഇതുവരെ ഇല്ല. ഇത് മാറ്റർ വേറെയാ. ശരി, എന്തായാലും ഇന്ന് ഞാനില്ല. നാളെ വേണമെങ്കിൽ നമ്മുടെ സോഫി കൊച്ചിനെ കൊണ്ട് ഒന്ന് ചുറ്റാൻ പോകാം.
ഓക്കെ, അങ്ങനെ ആട്ടെ. എടാ ജെറി, നിന്റെ സഹോ എവിടെ? കള്ളത്തെണ്ടിയെ ഇപ്പൊ പകൽ വെളിച്ചത്തിൽ കാണുന്നത് കുറവാണല്ലോ. അവൻ വന്നില്ല വല്യപ്പച്ച? ഇല്ലെന്നേ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ജെറി, ദാ ഈ കോഫി കൂടി എടുത്തോ. ജാൻ, നിന്റെ മനസ്സിൽ സ്നേഹമില്ലെങ്കിലും ഒരു കരുതൽ നോം കാണുന്നു. ദേ ജെറി, കളിക്കല്ലേ. കപട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു. ജെറി ചിരിയോടെ ഇഷാനുള്ള ചായയും കൊണ്ട് മുകളിലേക്ക് കയറി. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ബെഡിൽ കിടക്കുന്ന ഇഷാനെ നോക്കിക്കൊണ്ട് ജെറി കോഫി ടേബിളിലേക്ക് വച്ചു. മോനെ ശ്യാമു, ഇതെന്താടാ? രാത്രി മൂക്കുമുട്ട അകത്താക്കിയിട്ട് ബോധം കെട്ടുള്ള ഉറക്കമായിരുന്നോ? നേരം വെളുത്തത് അറിഞ്ഞില്ലേ ആവോ? ഡാ ശ്യാമു, അവനെ കുലുക്കാനായി കൈവച്ചതും ജെറി ഞെട്ടിപ്പോയി. ശരീരം തീ പോലെ പൊള്ളുന്നു. അയ്യോ ശ്യാമു, ഡാ. ഇഷാൻ ഒന്ന് ഞരങ്ങി. എടാ എന്താടാ ഇത്? വയ്യെങ്കിൽ നിനക്കെന്നെ വിളിച്ചൂടായിരുന്നോ? എന്റെ കർത്താവേ, ഇതെന്തോ കോലവാ. ജെറി അവനെ നേരെ കിടത്തി. ഇഷാൻ കിടുങ്ങലോടെ ചുരുണ്ടു കൂടുന്നത് കണ്ടതും ജെറിക്ക് പേടി തോന്നി. വല്യപ്പച്ച, അവന്റെ ശബ്ദം നിലവിളിയായി പ്രതിഫലിച്ചു. കിച്ചണിൽ നിന്ന് ജാൻവി ഞെട്ടിത്തിരിഞ്ഞു. എന്താ മോളെ? ജെറിയല്ലേ വിളിച്ചത്? അതേ അമ്മച്ചി, വാ നോക്കാം. അവർ വേഗം പുറത്തേക്കെത്തി. എന്നതാ മോളെ? ജെറി വിളിക്കുന്ന കേട്ടല്ലോ. അപ്പോ വീണ്ടും അവന്റെ വിളി കേട്ടതും 3 പേരും ശരം കണക്കെ മുകളിലേക്കോടി. ശ്യാമു, ഡാ ഒന്ന് കണ്ണു തുറക്കടാ. മോനെ ജെറി, എന്നതാടാ? കൊച്ചാമി, ദേ ശ്യാമു. അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവർ ഭയന്നു. മോനൊന്ന് മാറിക്കേ, വല്യപ്പച്ചനൊന്ന് നോക്കട്ടെ. അയാൾ മുന്നിലേക്ക് വന്നു നിന്നു. ഓ, ഇതിപ്പോ പനി കൂടിയതാ. സാരമില്ല, പേടിക്കാൻ മാത്രം ഒന്നുമില്ല. റാഹേലേ, കുറച്ച് ചുക്ക് കാപ്പി ഇട്ടോ. ജെറി, കുറച്ച് വെള്ളത്തുണി കീറിയെടുക്ക്, നനച്ചിടാം. അവർ 2 പേരും മാറിയതും ഉയർന്ന നെഞ്ചിടിപ്പോടെ ജാൻവി അവനെ നോക്കി. അവളുടെ ഹൃദയം പിടഞ്ഞു. അവന്റെ വരണ്ട ചുണ്ടുകൾ വിറയ്ക്കുന്നു. കണ്ണുകൾ തുറക്കാൻ കഴിയാതെ ചുരുണ്ടുകൂടി. അവൾക്കത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നവൾ പുറത്തേക്കിറങ്ങി ഭിത്തിയിലേക്ക് ചാരി നിന്നു. തലേന്ന് മഴ നനഞ്ഞത് അവളുടെ ഓർമ്മയിലെത്തി. അവന്റെ ചുവന്നു തൊടുത്ത ചുണ്ടുകൾ തന്നിലേക്ക് അമർന്നു തോർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗം അകത്തേക്ക് കയറി. വല്യപ്പച്ച, എന്നതാ മോളെ? നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വല്യപ്പച്ച.
ജെറി അത്ഭുതത്തോടെ തിരിഞ്ഞു. വേണ്ട മോളെ, ഇതിപ്പോ അങ്ങ് മാറും, നീ വിഷമിക്കണ്ട. കഷ്ടമായി പോയല്ലോ. വിഷമൊന്നുമില്ല വല്യപ്പച്ച. നമ്മുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്തോ അതുകൊണ്ട് പറഞ്ഞതാ. വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അവൾ പറഞ്ഞു. അയാൾ ഒന്ന് ചിരിച്ചു. ഓവേ, മനസ്സിലായി. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അല്ലേടാ ജെറി? അപ്പോ അനുകമ്പയൊക്കെ സ്വാഭാവികം അല്ലേടാ? പിന്നല്ലേ? ജെറി ചിരിയോടെ തലയാട്ടി. ജാൻവി പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി താഴേക്ക് നടന്നു. റാഹേൽ ചുക്കുകാപ്പി ഇടുന്നത് നോക്കി നിന്നു. അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് വാടിത്തളർന്ന അവന്റെ മുഖമായിരുന്നു. എടാ ജെറിയെ, ഇതൊന്ന് മുതലെടുത്താലോ? എന്നതാ വല്യപ്പച്ച? കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ടേ. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. ഒന്ന് ക്ഷമിച്ചേക്കണേ. നാളെ നമുക്ക് ശരിയാക്കാം. കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. നിനക്ക് ആരെയോ കാണാൻ പോണ്ടേ? ആ പോണം. ഞാനും ചുമ്മാ ടൗണിലേക്ക് ഇറങ്ങുക. നമ്മൾ പോയാ പിന്നെ റാഹേല. അവൾക്ക് കാല് ശരിക്കും ആയിട്ടില്ല. അപ്പോ അവൾ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ആരാ ഇവനെ നോക്കുന്നത്? വല്യപ്പച്ച? അതേടാ, നീ നോക്കിക്കോ. അവള് ഇവന്റെ അടുത്തൊന്നും മാറത്തില്ല. അത് ഐഡിയ. എന്റെ ശ്യാമു ഇന്നലെ ഒരുപാട് വിഷമിച്ചു. പാവം, ഇന്നിത്തിരി സന്തോഷിക്കട്ടെ, അല്ലേ വല്യപ്പച്ച? അല്ല പിന്നെ. എടാ, നീ ആരെയാ കാണാൻ പോന്നേ? നിനക്ക് അതിനിവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ. അത് വല്യപ്പച്ച. എന്താടാ, നീയും വല്ലതും ഒപ്പിച്ചോ? ഒന്ന് പോ വല്യപ്പച്ച. ഞാൻ ജെറി, ദാ കാപ്പി അമ്മച്ചി തന്നു വിട്ടതാ. വാതിലിൽ ജാൻവി. ജെറി വല്യപ്പച്ചനെ ഒന്ന് നോക്കി. അയാൾ കണ്ണ് കാണിച്ചു. ജാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് പോയേ പറ്റൂ. ജാൻ അതൊന്ന് ഇവന് കൊടുത്തേക്ക്. ജെറി വെപ്രാളത്തോടെ അവളെ കടന്ന് പുറത്തേക്കിറങ്ങി. ജെറി, വന്നിട്ട് കാണാൻ ജാൻ, അത്യാവശ്യമാണ്, അതാ. വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ സ്ഥലം വിട്ടു. ഇതൊരു വല്ലാത്ത കഷ്ടമായി പോയല്ലോ. ക്ഷമിക്കണേ പ്ലീസ്. ഇനി വല്യപ്പച്ചനെ ചാടിക്കണം. താഴെ എത്തിയ ജെറി ആലോചിച്ചു. ആ, വല്യപ്പച്ചാ, വല്യപ്പച്ചാ, ദേ വല്യപ്പച്ചനെ ആരോ വിളിക്കുന്നു, ഒന്ന് വന്നേ.
അച്ചേ, ദേ അവൻ കിടന്ന് കാറുന്നു. ഞാനിപ്പോൾ വരാം. ഈ കാപ്പി കുറേശ്ശെ അവന് കോരിക്കൊടുക്ക്. ചൂടാണ്, സൂക്ഷിച്ചു കൊടുക്കണം. അവൾ ദയനീയമായി അയാളെ ഒന്ന് നോക്കി. പിന്നെ കട്ടിലിൽ കിടക്കുന്ന ഇഷാനെയും. അയാൾ റൂമിൽ നിന്നും പോയതും അവൾ കയ്യിലെ കാപ്പിയിലേക്ക് നോക്കി നിന്നു. കിടുങ്ങുകയും ഞരങ്ങുകയും ചെയ്യുന്ന ഇഷാനെ കണ്ടതും അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു. സോറി ഫ്രണ്ട്സ്, കുറച്ച് ഭാഗങ്ങൾ ഓടി വരാൻ കുറച്ച് ലേറ്റായി. ഒന്നാമത് എനിക്കകെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. അതിൻ്റെ കൂടി ഇങ്ങനെയും. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നാളെ ഓക്കെ ആക്കാം. വല്ലാത്ത തലവേദന, ഉറക്കം നിൽക്കാൻ്റെ ആവും. പിന്നെ ലൈക്കും കമൻറ്റും ഹൈപ്പും വേണം. ഞാൻ എന്തോരം കഷ്ടപ്പെട്ട ഓരോ ലെങ്തി പാർട്ടും തരുന്നത്. പ്ലീസ് ഒന്ന് സഹകരിക്കടോ കൂട്ടുകാരെ. ഒരു 250 ലൈക്ക് പ്ലീസ്. ഒന്ന് കണ്ടോട്ടെ, എൻ്റെ കൂട്ടുകാരല്ലേ.